മണവാളന്റെ മുടി മുറിച്ച് ജയിൽ അധികൃതർ. മുടി മുറിച്ചതിന് പിന്നാലെ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച മുഹമ്മദ് ഷഹീനെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. നമസ്കാരം. മണവാളൻ ബ്ലോക്സ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എന്നാണ് അറിവ്. മറ്റൊന്നുമല്ല, മണവാളന്റെ ജീവന്റെ തുടുപ്പായ മുടി മുറിച്ചു. പോലീസുകാർ മുടി മുറിച്ചു. അതുകൊണ്ട് മണവാളനെ എന്ത് ചെയ്തു? മാനസിക വിഭ്രാന്തി വന്നു. അങ്ങനെ തൊട്ടടുത്തുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിൽ, അതായത് ഭ്രാന്താശുപത്രിയിൽ കൊണ്ടിട്ടു എന്നുള്ളതാണ്. മണവാളിനെയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. കുറച്ചു കാലം മുമ്പ്, എനിക്ക് തോന്നുന്നു 7 മാസം ആയെന്ന് തോന്നുന്നു, അവൻ്റെ വണ്ടി കൊണ്ട് 2 വിദ്യാർത്ഥികളെ വണ്ടി കൊണ്ട് ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. അവിടെ എന്തോ ഒരു ചെറിയ വിഷയം നടന്നു. ഇവൻ കാറോ ജീപ്പോ എന്തോ കൊണ്ട് ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. അവർക്ക് വളരെ ഗുരുതരമായ പരിക്കേൽക്കുകയും അതിനുശേഷം ഇവൻ ഒളിവിലായിരുന്നു. ഇവൻ്റെ കൂടെയുള്ളവരെയൊക്കെ പിടിച്ചു. ഇവൻ ഒളിവിലായിരുന്നു. ഇവരെ ലുക്കൗട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിച്ചായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ആഴ്ച എന്താണ്, 2 ദിവസം മുമ്പാണ് ഇവനെ പിടിക്കുന്നത്. ഷാഡോ പോലീസ് എന്തോ ഇവനെ പിടിക്കുന്നു. പിടിച്ചതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവൻ കാണിച്ച പരാക്രമങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിരിച്ച് കളിച്ച് അവിടെ നിന്ന് റീൽസ് എടുത്തു. അപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, പോട്ട്. റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത്, അതായത് ഒരു തെറ്റായ സന്ദേശമല്ല, ഞാനെന്തോ മറ്റവനായി എന്നുള്ള ഒരു ചിന്ത, ആ ഒരു രീതിയിലാണ് ഈ മണവാളൻ അന്ന് റീൽസ് എടുത്തത്. അപ്പം അത് റീൽസ് എടുക്കുകയും അതെന്ത് ചെയ്തു, ഈ പറയുന്ന നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു വിഷയങ്ങളുണ്ടായി. ഇപ്പോൾ ഇവരെന്ത് ചെയ്തു, നേരെ കൊണ്ടുപോയിട്ട് ഇവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു. അവിടെ വെച്ച് ഇവൻ്റെ മുടി എന്ത് ചെയ്തു, മുറിച്ചങ്ങ് എനിക്ക് മൊത്തത്തിൽ വഴിച്ചെടുത്തിട്ടുണ്ടാവും. അതിൽ മനംനൊന്ത് മാനസിക വിഭ്രാന്തി പിന്നീട് വന്നു. അങ്ങനെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നാണ് വാർത്ത. ആദ്യം നമ്മൾ വാർത്ത കേട്ടിട്ടാണ് നമുക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ആദ്യം നിങ്ങൾ വാർത്ത കേൾക്കൂ. വിദ്യാർത്ഥികളെ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടർന്ന യൂട്യൂബർ മണവാളന്റെ മുടി മുറിച്ച് ജയിൽ അധികൃതർ. മുടി മുറിച്ചതിന് പിന്നാലെ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച മുഹമ്മദ് ഷഹീനെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. ഗൂഗിൾ VS വിവരങ്ങളായിട്ട്. ഗൂഗിൾ, ജയിലിലേക്ക് കൊണ്ടുവരുന്ന വഴിയിൽ ജയിലിന് മുമ്പിൽ വെച്ച് റീൽസ് ചിത്രീകരിക്കുന്നതൊക്കെ കണ്ടാണ്. അപ്പോഴും ഇതുപോലെ ചിരിച്ചുകൊണ്ടൊക്കെയാണ് ഇയാൾ നിന്നിരുന്നത്. ഇത് ഈ മാനസികാസ്വാസ്ഥ്യം അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നമാണോ? എന്താണ് പോലീസും ഡോക്ടർമാരും പറയുന്നത്? അതായത് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇന്നലെയാണ് മണവാളനെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ ഇത്തരത്തിൽ മുടി മുറിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ മാനസികമായ പ്രശ്നം അനുഭവിക്കുകയും അതോടൊപ്പം തന്നെ ആ പ്രശ്നങ്ങളെ തുടർന്നാണ് ജയിൽ അധികൃതർ അദ്ദേഹത്തെ തൃശ്ശൂരിലുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ഇപ്പോൾ അവിടെയാണ് മണവാളൻ ഉള്ളതെന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. മനസ്സിലായി, ഇതാണ് വാർത്ത, മറ്റൊന്നുമല്ല. അവനെ പിടിച്ചു, അവൻ അവിടെ നിന്ന് റീൽസ് ഇട്ട് കാര്യങ്ങളിട്ടു. അതിനുശേഷം എന്ത് ചെയ്തു, ഈ പറയുന്ന പോലീസുകാരന്മാരെ കൊണ്ട് അവൻ്റെ മുടി മുറിച്ചപ്പോൾ തന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച് ഈ മണവാളിനെ എന്ത് ചെയ്തു, മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇനി ഇങ്ങനെ മുടി മുറിക്കാനുള്ള അധികാരം പോലീസിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ മുടി മുറിക്കാനുള്ള അധികാരം പോലീസിന് ഇല്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ചും ഈ വാർത്ത പറയുന്നുണ്ട് കേട്ടോ. മുടി മുറിക്കാനുള്ള അധികാരം പോലീസിനുണ്ടോ, അത് മുറിച്ചത് ശരിയാണോ എന്നുള്ളതിനെ കുറിച്ചും ഈ വാർത്തയിൽ പറയുന്നുണ്ട്. നമുക്ക് ആ വാർത്തയിൽ ആ ഭാഗം കൂടി കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. ഓക്കെ. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ച് ജയിലധികൃതർ അദ്ദേഹത്തിന്റെ മുടി മുറിച്ചു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പ്രശ്നമുണ്ടാവുകയും മുടി മുറിച്ചു മാറ്റിയ മുഹമ്മദ് ഷഹീനെ ഇത്തരത്തിൽ തിരിച്ചറിയാൻ പോലും പറ്റാത്ത സ്ഥിതി അദ്ദേഹത്തിന് വന്നു എന്നുള്ളൊരു മനോവിഷമത്തെ തുടർന്നാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയും അദ്ദേഹത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ജയിൽ ചട്ടം അനുസരിച്ച് തടവ് പുള്ളികളുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ളവർക്ക് വൃത്തി ഉണ്ടായിരിക്കണം എന്നുള്ളൊരു ചട്ടമാണുള്ളത്. പക്ഷേ മുടി മുറിക്കണം എന്നുള്ളത് ചട്ടത്തിലില്ല. അത്തരത്തിൽ പക്ഷേ എന്നാലും അധികൃതർ അദ്ദേഹത്തിന്റെ മുടി മുറിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ അദ്ദേഹം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണെന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. അപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ളവരെ വൃത്തിയായിട്ട് കൊണ്ടുപോകണം. മനസ്സിലായോ? വൃത്തിയായിട്ട് കൊണ്ടുപോകണം എന്നൊരു നിയമമുണ്ട്. പക്ഷേ മുടി മുറിക്കണമെന്നോ മുടി വലിക്കണമെന്നോ ഉള്ള നിയമമില്ല. പക്ഷേ എന്ത് ചെയ്തു, അവിടെയുള്ള പോലീസുകാരന്മാർ അവൻ്റെ മുടി വെട്ടിയപ്പോൾ എന്നെ കണ്ടോയോ, ഇത് വേറെ ആരോ ആണ്, എന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവൻ കരഞ്ഞ് അവന് ഭ്രാന്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ച് ഇവനെ നേരെ കൊണ്ട്, അഭിനയമാണെന്ന് അറിയത്തില്ല, നേരെ കൊണ്ട് എന്ത് ചെയ്തു, ജയിലിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഒരു കേസ്, ഇനി ഈ പോലീസുകാർ മുടി മുറിച്ചത് പിന്നീട് നിയമവിരുദ്ധോ ഇല്ലയോ, അവനെ പോലീസുകാരനെതിരെ വേണമെങ്കിൽ ഇനി കേസും കാര്യങ്ങളൊക്കെ വരും, അതൊക്കെ പറ്റും. പക്ഷേ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും, എൻ്റെ മുടിയല്ല, എൻ്റെ മീശയും കൂടി വലിച്ചു കളയണമെന്ന് പറയും. ഈ കുറേ എണ്ണം ഉണ്ട്. ഇതായത്
ഇവൻ രണ്ടുപേരെ കൊല്ലാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവൻ്റെ വണ്ടി കൊണ്ട് ജീപ്പ് കൊണ്ട് ഇടിച്ച് മാരകമായിട്ട് അവർ വലിയ ഭാഗ്യത്തിന് അവർ രക്ഷപ്പെട്ടത്. എന്നിട്ട് അവന് ഒളിവിൽ പോകുന്നു. ഒളിവിൽ പോയ അവന് മാസങ്ങൾക്ക് ശേഷം അവനെ പോലീസുകാരെല്ലാം കൂടി കിടന്ന് ഇങ്ങനെ അരിച്ചു പറക്കിയതിന് ശേഷം അവനെ കിട്ടിയതിന് ശേഷം അവൻ പോലീസുകാരന്മാരെ ആക്കും പോലെ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ വന്നിട്ട് ചിരിച്ച് കളിച്ച് അവരെയൊക്കെ മറ്റേ ഒരുമാതിരി ജോക്കറാക്കും പോലെ രീതിയിൽ അവിടെ നിന്ന് റീൽസ് എടുക്കുന്നു. ഇവന്മാർക്ക് ചൊറി വരുമോ ഇല്ലേ? അവർക്ക് നല്ല ദേഷ്യം കാണും. നല്ല ദേഷ്യം കാണുന്നത് മാത്രമല്ല, തരം കിട്ടിയാൽ നല്ല രീതിയിൽ കയറ്റി കൊടുക്കുകയും ചെയ്യും. മനസ്സിലായി? നല്ല രീതിയിൽ ഇവന്മാർ ഇടിയും കൊടുക്കും. അങ്ങനെയാണല്ലോ നമ്മൾ ഒന്നാമത് അവരെ ഇവനെ പിടിക്കാത്തത് കൊണ്ട് മേളിൽ നിന്നുള്ള ആൾക്കാരുടെ പിന്നെ അമാരുടെ സാറുമാരുടെ ചിത്ത വിളിയും കഴിഞ്ഞൊക്കെ എന്ത് തേങ്ങക്കിടായിരിക്കണം പോയി പിടിയിടാവണം എന്നൊക്കെ പറഞ്ഞ് ഇവർ തലയ്ക്ക് ഭ്രാന്തെടുത്താണ് ഇവർ നടക്കുന്നത്. അങ്ങനെ ഓടിക്കിട്ടാണ് ഇവന്മാർ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ ഇവൻ്റെ അട്ടഹാസവും ഇവൻ്റെ ചാടയും ഒക്കെ ഈ പോലീസുകാരനെ കാണേണ്ടതായിട്ട് വരും. ആ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് എന്നിട്ട് പോലീസുകാരുടെ മുമ്പിൽ വെച്ച് ഇത്രയും നമ്മളെ വട്ടം കളിച്ചൊന്നും പോരാ, നമ്മളെ ഫ്രണ്ടിൽ വെച്ച് വീണ്ടും റിലീസ് ചെയ്യണം, അവനൊക്കെ കാണിച്ചു തരാടാ എന്നുള്ള ഇതിൽ. അപ്പോൾ അവൻ്റെ ഐഡൻറ്റിറ്റി എന്തായിരുന്നു? ഈ പറഞ്ഞ മുടിയായിരുന്നു. പോലീസുകാർ തന്നെ വിചാരിച്ചിട്ടുണ്ട് ഇനി മുടി വെട്ടിക്കുന്ന കേസായാലും ഒരു കുഴപ്പമില്ല, അവനങ്ങ് മുടി അങ്ങ് വഴിച്ചിട്ടേക്ക്, ബാക്കി പറഞ്ഞത് നമുക്ക് അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് വഴിച്ചിട്ടതാണ്. അതിന് ഞാനൊരു ബിഗ് സല്യൂട്ടേ കൊടുക്കുകയുള്ളൂ. ഇനി നിയമവിരുദ്ധ തേങ്ങയോ മാങ്ങയോ എന്തല്ലോ ഈ കുറേ എണ്ണം സത്യം പറയാലോ ഈ സാധാരണ മാന്യമായിട്ട് പിന്നീട് ഈ പറയുന്ന യൂട്യൂബിൽ വീഡിയോ ചെയ്ത് നിൽക്കുന്നവരെ കൂടി യൂട്യൂബേഴ്സ് മിക്കതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നത് കുറേ എണ്ണം ഉണ്ട്. അതായത് മെയിനായിട്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ കൊച്ചു കുട്ടികൾ ഇവർക്ക് ഇവൻ ഈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പിന്നെ പ്രാങ്ക് വീഡിയോകൾ അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇവർക്ക് കൂടുതൽ ഇവരുടെയൊക്കെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ കൊച്ചു പയ്യന്മാരാണ് കേട്ടോ. 10-20 വയസ്സിനകത്തുള്ള കൊച്ചു പയ്യന്മാർ. ഇവനെ ഞാൻ പറയും തൊപ്പി, ഇവർക്കൊക്കെ കുറേ ഈ കൊച്ചു പിള്ളേരാണ് ഇവരുടെയൊക്കെ പിന്നെ ഫോളോവേഴ്സ് കൂടുതൽ. അവർക്ക് ഇവർ കാണിക്കുന്ന ഈ സംഭവമൊക്കെ ഇവരെന്ത് കാണിച്ചാലും അവർ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും, പറഞ്ഞ് തിരുത്തി കൊടുക്കാനോ അങ്ങനെയുള്ള ഓഡിയൻസ് അവർക്കില്ല. കാരണം ഇത്തിരി വിവരമുള്ളവരാരും അവരുടെ പിന്നെ ഈ പറയുന്ന പിന്നെ വീഡിയോസ് ഒന്നും കാണാറില്ല. ഇവർക്ക് എന്തോ ഒരു അഹങ്കാരമാണ്. ഇവർ കുറേ ഫോളോവേഴ്സും കാര്യങ്ങളും കിട്ടുമ്പോൾ ഇവൻ്റെ പ്രായമില്ലല്ലോ, ഇവനും പ്രായമോ പക്വതയൊന്നുമില്ല, ഞാനെന്തോ മറ്റവനായി എന്നുള്ളൊരു ഒരു 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 ചിന്തയാണ് ഇവർക്ക്. മനസ്സിലായി? ഞാൻ ഈ ദൈവത്തിനേക്കാളും മേളിലാണ് എന്നുള്ള ചിന്ത. പണ്ട് നമുക്ക് ഓർമ്മയുണ്ട് കുറേ കേസുണ്ട്. നമ്മൾ ഈ ബുൾജെറ്റിൻ്റെ കേസ് ഇത് തന്നെയാണ്. അവരന്ന് ഇപ്പോൾ പിടിച്ചപ്പോൾ അവിടെ വന്ന് ഞാനിവിടെ അടിച്ച് തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്റ്റേഷനിൽ കിടന്ന് കുറേ ബഹളം ഉണ്ടാക്കിയില്ലേ. അപ്പം ഞാനെന്തോ മറ്റവനാണ്, ഞാൻ ഇവിടുത്തെ നിയമത്തിനേക്കാളും ആദ്യമനാണ്, ഞാൻ യൂട്യൂബ് പിന്നീട് എന്താണ് ഇൻഫ്ലുവൻസറാണ്, ഞാൻ സെലിബ്രിറ്റിയാണ്, അതുകൊണ്ട് എന്നെ തൊട്ടാൽ നിങ്ങൾ അറിയും, എന്നെ തൊട്ട് കഴിഞ്ഞാൽ കേരളം കത്തും അന്നൊക്കെ പറഞ്ഞല്ലോ. ഈ കുട്ടികളെ കേരളം കത്തിക്കാൻ വേണ്ടി നിന്നു. ഈ നമ്മുടെ ഈ ബുൾജെറ്റിൻ്റെ വിഷയത്തിൽ കൊച്ചു കുട്ടികൾ വീഡിയോ വരെ ഇട്ടു, പോലീസിനെ കൊല്ലുന്ന മറ്റവനെ കൊല്ലുന്ന ഞാൻ കത്തിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഇപ്പം ഞാൻ കാണിച്ചെന്താണ് ഈ പറയുന്ന സ്റ്റേഷനിൽ വന്നിരുന്ന ഈ കാണിക്കുകയൊക്കെ ചെയ്തത്. ഇതൊക്കെ നമ്മൾക്ക് ഇവൻ്റെ ഫോളോവേഴ്സിനെല്ലാം എന്താണ് ഫോളോവേഴ്സിന് ഇവൻ്റെ ഹീറോയാണ്. ഫോളോവേഴ്സിൻ്റെ മുന്നിൽ കൊച്ചു കുട്ടികളുടെ മുന്നിൽ അവൻ ഹീറോയാണ്. അപ്പോൾ ഹീറോയിസം കാണിക്കണ്ടേ? ആ ഹീറോയിസം കാണിച്ചതാണ് അവിടെ. ഈ പോലീസുകാർക്കെന്ന് അറിയാമല്ലോ, അവന്മാർ അപ്പടി ഈ ക്യാമറയുടെ മുമ്പിൽ കമാന്ന് രക്ഷ കിട്ടില്ല, വെളിയിൽ ഇറങ്ങി കിട്ടുമ്പോൾ നല്ല രീതിയിൽ ഇടിച്ച് കയറ്റി കൊടുക്കും. അപ്പോൾ അവർ നോക്കിയപ്പോൾ അവന് ഏറ്റവും കൂടുതൽ അവന് ആഗ്രഹം ഏതാണ്? അവൻ്റെ മുടിയാണ് അവൻ്റെ ഐഡൻറ്റിറ്റി. അവൻ്റെ അവരങ്ങ് വഴിച്ച് വിട്ടു. ബാക്കി കേസ് വന്ന് എന്ത് ചെയ്യും? തൂക്കി കൊല്ലുന്നില്ലല്ലോ, കൂടിപ്പോയി സസ്പെൻഡ് ചെയ്യും. ഇത്രയേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് അവന്മാർ കൃത്യമായിട്ട് ചെയ്തു. അപ്പോൾ യവന്മാരെയൊക്കെ അഹങ്കാരം. പിന്നെ ഈ മുടി മുറിച്ചപ്പോൾ അവന് ചിലപ്പോൾ നമ്പറായി കാണും. ഇപ്പം കുറച്ച് അഹങ്കാരമൊക്കെ ഒതുങ്ങി കാണും. ആ സ്റ്റേഷനിൽ വന്ന് റീൽസ് എടുത്തപ്പോൾ അവന് ഭയങ്കര അഹങ്കാരമാണ്. ഇതൊക്കെ ഞാൻ എന്ത് കുറ്റം ചെയ്ത്? 2 പേരെ കൊല്ലാൻ ശ്രമിച്ചവനാണ്, മനസ്സിലായോ? 2 കുട്ടികളെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചവനാണ്. എന്നിട്ട് അവിടെ വന്ന് റീൽസ് എടുക്കുമ്പം പിന്നെ ഈ പറയുന്ന പോലീസുകാർക്ക് പേടിയാണ്. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ കൊച്ചു കുട്ടികൾ ഇറക്കും. മണവാളിലെ തൊട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് കേരളം കത്തിക്കാൻ വേണ്ടി. അതുകൊണ്ട് അവന്മാരെന്ത് ചെയ്തു? നൈസായിട്ട് താങ്ങിയിട്ടുണ്ടാവും. അവൻ്റെ ഐഡൻറ്റിറ്റി അവൻ്റെ മുടിനെ വഴിച്ച് കളയുകയും ചെയ്തു. ഞാൻ പറഞ്ഞ മീശയും കൂടി വഴിച്ച് കളയുന്നുണ്ട്. അവൻ്റെ അഹങ്കാരങ്ങൾ തീരണം. കുറേ കാലം അകത്ത് കിടക്കട്ട്. ഇതുപോലുള്ള കുറേ എണ്ണം ഇറങ്ങിക്കോളൂ. ഞാനെന്തോ മറ്റേണം മഹാനാണ്. ഇനിയിപ്പോൾ കുറേ അവന്മാരെ കുറേ ഫാൻസുകൾ ഇവിടെ വന്ന് തെറി വിളിച്ചോ, കുറേ വിവരം ഇല്ലാത്തവന്മാർ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് അറിയപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.